എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ്റ്റേറിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നവംബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Three of Cups, Eight of Swords, Queen of Wands, Six of Cups, Death card, Eight of Pentacles. ആദ്യം തന്നെ 3 of Cups എനർജിയാണ്. ഈ ഒരു മാസം ഒത്തിരി സന്തോഷമുള്ള വാർത്ത കേൾക്കുന്ന ഒരു മാസമായിരിക്കും. ആഘോഷങ്ങളുടെയും സന്തോഷത്തിൻ്റെ ഒരു മാസം തന്നെ പറയാം. ജോലി സംബന്ധമായിട്ടുള്ള ഗുഡ് ന്യൂസ് കേൾക്കാം. പ്രമോഷൻ, ശമ്പള വർധന അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനകാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സാഹചര്യം, നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കുന്നതാവാം, എൻട്രൻസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ലെവലിൽ മത്സര പരീക്ഷകൾ അതുപോലുള്ള കാര്യങ്ങളാവാം. സ്കോളർഷിപ്പ് കാര്യങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരും എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് അയച്ചത് ഓക്കെ ആകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഓഫർ ലെറ്റർ ലഭിക്കുന്നു, പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിച്ചു, പെർമനൻറ്റ് ജോലി ലഭിക്കുന്നത്, അതേപോലെ സർക്കാർ ഉദ്യോഗം ലഭിക്കുന്നത്, ഇതുപോലെയുള്ളൊക്കെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പലരെയും സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള സന്തോഷമാണ് കാണിക്കുന്നത്. പൊതുവേ വിദ്യാഭ്യാസവും ജോലിയും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം ഉണ്ടാകുന്നതിൻ്റെ ഒരു സന്തോഷമാണ് കാണിക്കുന്നത്. പിന്നെ ഫാമിലി സപ്പോർട്ട് നല്ലതുപോലെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നുണ്ട്. നല്ല പുതിയ സൗഹൃദങ്ങൾ വരുന്നുണ്ട്. പുതിയ സൗഹൃദങ്ങളോടൊപ്പം തന്നെ ഉള്ള പഴയ സൗഹൃദങ്ങൾ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മിസ്കമ്മ്യൂണിക്കേഷൻസ്, അതായത് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കൊണ്ട് തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുള്ള സൗഹൃദങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ അകന്ന് നിങ്ങൾ വീണ്ടും ഒരു സൗഹൃദത്തിലേക്ക് തിരിച്ചു വരാൻ ഈ ഒരു മാസം സാധ്യമാകുന്നതായിട്ടുള്ളൊരു സൂചന തരുന്നുണ്ട്. എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് അകന്നു പോയിട്ടുള്ള ബന്ധങ്ങളാവാം, ബന്ധുക്കളാവാം, അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങളുടെ സോൾമേറ്റ് അതുപോലത്തെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ലഭിക്കുന്ന ഒരു മാസമാണ് എന്നും കൂടി കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 8 of Swords എനർജി കണക്ഷൻസ് ആണ്. പൊതുവിൽ ഒരു സ്റ്റക്ക് ഫീലിംഗ് ഈ ഒരു മാസത്തിൽ തോന്നിയേക്കാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ സ്റ്റക്കായി പോയിരിക്കുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഉലയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റക്കല്ല ശരിക്കും, പക്ഷെ നമ്മൾ പലപ്പോഴും ഉണ്ടാവില്ല ഒരു ജോലിയിൽ നിൽക്കാൻ ആഗ്രഹമില്ല, പക്ഷെ നിങ്ങളതിൽ നിൽക്കുകയാണ് കാരണം വേറെ വഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ വഴിയില്ല, ഒന്നും സാധ്യമാകില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ ഒന്നിനും ശ്രമിക്കുന്നില്ല. അതുപോലെ ശ്രമിച്ചാൽ തന്നെ നിങ്ങളുടെ ഒരു മുഷിഞ്ഞ മനസ്സ്, അതായത് ഒരു നെഗറ്റീവ് പരിതസ്ഥിതിയിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുകയാണെങ്കിലും ഇതൊക്കെ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഉറപ്പിച്ചങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും എവിടെയൊക്കെയോ നിങ്ങൾക്ക് എനിക്കൊക്കെ ഇത് കിട്ടുമോ, അല്ലെങ്കിൽ ഇത് അങ്ങനത്തേക്കുള്ളൊരു ചിന്തയാണ് ഭയങ്കരമായിട്ട് മനസ്സിനെ അലട്ടുന്നത്. അപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ സ്റ്റക്കാക്കി വെക്കുകയാണ് ഒരു സിറ്റുവേഷനിൽ. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അങ്ങനെ ചില ബന്ധങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പുറത്ത് കിടക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഹാപ്പിനെസ്സാണ് ഇവിടെ ഒരു സന്തോഷം, ഗുഡ് ന്യൂസ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റക്കല്ല ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങളുടെ ഫീലിംഗ് മാത്രമാണ്. നിങ്ങളൊരു ഇരയാണ്, അല്ലെങ്കിൽ വിക്ടിംഹുഡ് നമ്മൾ പറയുമല്ലോ, ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ്, ഇതല്ലായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ യു ആർ നെവർ റിയലി സ്റ്റക്ക്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ
മുന്നോട്ടേക്ക് പോകേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഫീലിംഗ് അതിനെ മാറ്റിയെടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു വിക്ടിംഹുഡ്, ഈ ഇരയാണ് എന്നുള്ളതിൽ നിന്ന് മാറി ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പരാജിതരായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ, ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനൊരു സമാധാനക്കുറവ്, സ്വസ്ഥക്കുറവ്, എന്തൊക്കെയോ കുറവുകളും എന്തോ നിങ്ങൾ മിസ് ചെയ്യുന്ന ഫീലിംഗ് ഒക്കെ വന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ സമയം എന്താ പറയുക, നിങ്ങളുടെ ഒരു ഇമോഷൻസിന് കുറച്ച് സമയം കൊടുക്കുക. അതായത് ഒരു ഡിവൈൻ ബ്യൂട്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ കൺമുമ്പിലുണ്ട് നിങ്ങൾ എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് മാറ്റം വരുത്തുന്നത് നിങ്ങൾക്കറിയാം വ്യക്തമായിട്ട്. അപ്പോൾ ആ ഒരു മാറ്റം വരുത്തേണ്ടത് എന്താണെന്നറിയാം. പക്ഷേ നമ്മൾ പറയില്ല പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് അതിലേക്ക് അങ്ങോട്ട് എത്തിപ്പോകാനൊരു മടിയാണ്. മടി എന്ന് പറയുമ്പോൾ അതായത് ആ ഒരു രീതിയിലല്ല, പക്ഷേ ഞാൻ അതിലേക്ക് ഇറങ്ങിയാൽ അവിടെ ഞാൻ തോറ്റു പോയാൽ നാട്ടുകാർ, വീട്ടുകാർ, ആ ചുറ്റുപാടുമുള്ള ഇൻസെക്യൂരിറ്റീസാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളാണ്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളോട് തന്നെ ഷെയർ ചെയ്യുക. എന്താണ് എക്സാക്ട്ലി, അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുക, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വേറൊരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു പുസ്തകത്തിലെടുത്ത് എഴുതുക, വാട്ട് ഡു യു വോണ്ട് ഇൻ ലൈഫ്, നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, അതൊരു പുസ്തകത്തിലേക്ക് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം ഈ ഒരു മാസം നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വീട്ടമ്മമാരെയും പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാവരിലും ഈ ഒരു എനർജി ഉണ്ട്. പക്ഷേ ഈ ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് സമയം ഉണ്ടാവും. അപ്പോൾ ഇതിന് ടൈമുണ്ട്. ആ ടൈം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ 6 ഓഫ് കപ്സ് എനർജിയാണ്. ഓർമ്മകളും അല്ലെങ്കിൽ റീയൂണിയൻസ്, മെമ്മറീസ്, കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലത്തിൽ നിന്നുള്ളൊരു വ്യക്തി തിരിച്ചു വരാം ജീവിതത്തിലേക്ക്. അപ്പോൾ ഇവിടെ ചില ആളുകളാണ്, എല്ലാവരിലും എല്ലാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വിവാഹം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തികളോ അല്ലെങ്കിൽ പ്രണയ നൈരാശ്യത്തിൽ നിൽക്കുന്നവർ, നിങ്ങളുടെ പഴയ എക്സ് ലവർ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് സൗഹൃദമായിരിക്കാം. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ ഒരു സുഹൃത്തിനെ കാണുന്നു. കോളേജ്, സ്കൂൾ റീയൂണിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയാണ്. കഴിഞ്ഞുപോയ കാലത്തിൽ പറ്റിയ അബദ്ധം ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഡെത്ത് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന മാറ്റമാണ്, ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു മാറ്റം. ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് നിങ്ങൾ തന്നെ ശ്രമിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതചര്യയിൽ പല മാറ്റങ്ങൾ, നിങ്ങളുടെ ചിന്താഗതിയിൽ, കാരണം പലപ്പോഴും നമ്മളുടെ ചിന്തകളാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ്, അങ്ങനെ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന പല കാര്യങ്ങളും നിന്ന് നിങ്ങൾ മുമ്പോട്ടേക്ക് പോവുകയാണ്. ലൈഫിൻ്റെ ഒരു പേർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സമയമാണ്. പക്ഷേ അതിനൊരു കാര്യം, നിങ്ങളാണ് അതിൻ്റെ സ്റ്റെപ്പ് എടുക്കേണ്ടത്. 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ചില ആളുകൾ പുതിയ സംരംഭമൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കി പുതിയ കോഴ്സിൽ ചേരാൻ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി നിർത്തി വീണ്ടും പഠനം പുനരാരംഭിക്കാൻ, പുതിയതായിട്ട് എന്തോ പഠിക്കുന്നുണ്ട്. അപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ പലതരത്തിൽ നിങ്ങൾ കോഴ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ കോഴ്സസ് പലതും
അറ്റൻഡ് ചെയ്യുന്നു, സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കുന്നു, പഠനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏത് പ്രായത്തിലുള്ളവരായാലും പുതിയത് എന്തോ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ പാഷനായിരിക്കാം, പുതിയ ഹോബി എന്തെങ്കിലും ആയിരിക്കാം, എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അത് പിന്നീട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഉപജീവന മാർഗമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.